പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ഒരു പ്രഭാതം കൂടെ ദൈവം ദാനം തന്നതോർത്ത് ഈ ലോകത്തിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അടിച്ച് എണീറ്റ് ഈ ലോകത്തിലെ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കിയ നീതി സൂര്യനായ യേശു കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് ലയിച്ചുകൊണ്ട് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, പ്രോവർബ്സ് ചാപ്റ്റർ 16:3 വായിച്ചു കേൾപ്പിക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കമ്മിറ്റ് യുവർ ലോഡ്, കമ്മിറ്റ് യുവർ വർക്ക്സ് ടു ദ ലോഡ്, കമ്മിറ്റ് യുവർ വർക്ക്സ് ടു ദ ലോഡ് ആൻഡ് യുവർ പ്ലാൻ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. ചില ട്രാൻസ്ലേഷനുകളിൽ യുവർ തോട്ട്സ് എന്നുണ്ട്, ചില ട്രാൻസ്ലേഷനുകൾ യുവർ പർപ്പസ് എന്നുണ്ട്. യുവർ തോട്ട്സ് ഓർ യുവർ പ്ലാൻസ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരൊറ്റ വാക്യം, 16-ാമത്തെ വാക്യം സദൃശ്യവാക്യങ്ങളായതുകൊണ്ട് അത് അടർത്തിയെടുക്കേണ്ട കാര്യമില്ല, ഒന്നിനോടൊന്ന് തൊടാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 3-ാമത്തെ വാക്യത്തിനകത്ത് മാത്രം അതിനകത്തെ മീനിങ് അടങ്ങിയിട്ടുണ്ട്, അതിനകത്തൊരർത്ഥം അടങ്ങിയിട്ടുണ്ട്. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അത് പ്ലാനെന്നോ തോട്ട്സ് എന്നോ നമ്മുടെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പദ്ധതികൾ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. ഇത് മാനുഷികമായിട്ട് കൂടത്തില്ല. ചില കാര്യങ്ങളെങ്കിലും നമുക്ക് ഒപ്പിച്ചെടുക്കാൻ ഒത്തുവരുന്നത് പോലെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് ഒരു ആലോചനയായിട്ട്, ഒരു പ്രബോധനമായിട്ട്, ഒരു ദൈവവൈതലിന് മാത്രം എടുക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ദൈവഭക്തന് മാത്രം എടുക്കാനുള്ള, ഒരു ദൈവവിശ്വാസിക്ക്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് മാത്രം എടുക്കാനുള്ള ഒരു ദൈവിക ആലോചനയാണ് പറയുന്നത്. നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഒന്ന് ഈ വചനം ശ്രദ്ധിച്ചേ, ഒന്ന് ഈ വാക്ക് ശ്രദ്ധിച്ചേ. നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക. ഏത് പ്രവൃത്തിയെ സമർപ്പിക്കണ്ടേ? ഒരൊറ്റ വാക്കി പറയാം, ഏതു പ്രവൃത്തികളും. യഹോവയ്ക്ക് സമർപ്പിക്കാത്ത ഒരു പ്രവൃത്തി ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ ഒന്ന് ചിന്തിക്കണം, ഈ പ്രവൃത്തി ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുമോ? ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന സകല പ്രവൃത്തികളും ദൈവത്തിന് സമർപ്പിക്കുക, ദൈവം നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, കല്യാണം നടക്കുന്നു. ആ കല്യാണ വീടിനകത്ത് ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന ആ കല്യാണ വീട്ടിലെ ഒരു വീട്ടുകാരനും മണവാളനും മറ്റു പ്രിയപ്പെട്ടവരും എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ മേഖലയിൽ പകച്ചു നിൽക്കുമ്പോൾ പരസ്യ കോലമായി ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ കരത്തിലില്ലെന്ന് പറഞ്ഞൊരു ലജ്ജയുടെ അവസ്ഥ, എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കാം, അവനത് നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും, അവനത് നിവർത്തിക്കും. ആ വീടിനകത്ത് യേശുവിൻ്റെ അമ്മയായ മറിയ വന്നിട്ട് ആ ബാല്യക്കാരോട്, ആ വീട്ടുകാരോട് ഒന്നേ പറയുന്നുള്ളൂ: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തില് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, ഈ ഒരൊറ്റ വാചകം, നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കാം, അവൻ നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഹല്ലേലൂയ, അവൻ കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ തക്കവണ്ണം ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അതെ ഒന്നും കിട്ടാതെ നിരാശനായി വല കഴുകി പടക് കഴുകി വീട്ടിലേക്ക് പോകാൻ ഉറക്കളപ്പിന്റെ ക്ഷീണമുള്ളപ്പോൾ തന്നെ നിരാശനായി ഒന്നും കിട്ടാതെ ഗന്നസരത്തിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് യേശു വന്നിട്ട് പറയുക: പടകിലൊന്ന് കയറട്ടെ. ഒന്ന് പടക് സമർപ്പിച്ചപ്പോ, ലിറ്ററലി പടക് സമർപ്പിച്ചപ്പോ ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ആ പത്രോസും പടകും ജീവിതവും സമർപ്പിക്കപ്പെട്ടു.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോ നിന്റെ പ്രവൃത്തിയെ, നിന്റെ പടകിനെ, നിന്റെ ജീവിതത്തെ, നിനക്കുള്ളതിനെ ദൈവ പൈതലെ ഒന്ന് യഹോവയ്ക്ക് സമർപ്പിക്കുക, യേശുവിന് സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ പദ്ധതികൾ, നിനക്ക് കൂട്ടാൻ പറ്റാത്തയിടത്ത്, നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തയിടത്ത് നിന്റെ പ്രവൃത്തിയെ ദൈവം സാധിക്കും. ഹല്ലേലൂയ. ഈ പ്രവൃത്തി പറയുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല, നമ്മൾ ഒപ്പിച്ചാൽ ഒക്കത്തില്ല, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അത് ശരിയാ. ജീവിതത്തിന്റെ മേഖലയിൽ കടഭാരത്തിൽ തിങ്ങി മുങ്ങി ഇത് വീട്ടാൻ കഴിവില്ലാതെ ഒരു വീട്ടമ്മ, വിധവയായ സ്ത്രീ 2 മക്കളുമായിട്ട് വരുമ്പോ കടക്കാര് വന്ന് ആ കടക്കാര് വന്ന് ആമ്പിള്ളായ 2 പേരെ പിടിച്ചോണ്ട് പോയി അവരെ അടിമകളാക്കി കൊണ്ടുപോകുമ്പോ ഈ സ്ത്രീക്ക് അറിയത്തില്ല എന്തു ചെയ്യണമെന്ന്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആ വിധവയായ സ്ത്രീക്ക് അറിയത്തില്ല എന്തു ചെയ്യണമെന്ന്. ഈ സ്ത്രീ ഓടി, അതിന്റെ പേരാ യഹോവയ്ക്ക് പ്രവൃത്തി സമർപ്പിക്കാം. പലരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടാകും. അവിടെ ആ സ്ത്രീ ഓടി വന്ന് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയുക, എന്റെ ഭർത്താവായ നിന്റെ ദാസൻ അവരൊരു ദൈവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ജീവിച്ചിരുന്നപ്പോ കുറച്ച് കടഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ വചനം കേൾക്കുമ്പോൾ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പകച്ചു നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഈ സ്ത്രീ ഓടി വന്നിട്ട് പറയുക, എനിക്കറിയില്ല, എന്റെ ഭർത്താവ് മരിച്ചു, അത് നിന്റെ ശിഷ്യനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. 3 ക്വാളിറ്റി. എന്റെ ഭർത്താവ്, നിന്റെ ശിഷ്യനാണ്, യഹോവ ഭക്തനായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം കടക്കാരി മക്കളെ പിടിച്ചോട്ട് പോകുന്നു. മറ്റുള്ളവരോട് അവധി ചോദിച്ചില്ല, മറ്റുള്ളവരുടെ അടുത്ത് കടത്തിന് പോയില്ല, മറ്റൊന്നുമില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യത്തിന്, നിന്നെ കൊണ്ടൊക്കത്തില്ലെന്ന് തോന്നുമ്പോ ദൈവത്തിന്റെ പൈതലെ ഒന്ന് ദൈവപാദപീഠത്തിലേക്ക് ഓടി വന്നേ. എന്നിട്ട് കർത്താവിലേക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, അത് ഈ പ്രവാചകനോട് സമർപ്പിച്ചിട്ട് പറയുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആട്ടെ, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഇവിടെ ഒരു പരിഹാരമുണ്ട്. ആ എണ്ണ പകർന്ന്, വെറും പാത്രങ്ങൾ ബാക്കി എണ്ണ പകർന്ന് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന പദ്ധതി എവിടുന്ന് കിട്ടിയെന്നറിയാമോ? നിന്റെ പ്രവൃത്തി, അതേ സാഹചര്യം ദൈവത്തിലേക്ക് സമർപ്പിച്ചപ്പോ. ഇതുപോലെ ഒരു സ്ത്രീയാണ് ഹന്നാമച്ച് സാഹചര്യം ദൈവത്തിലേക്ക് സമർപ്പിച്ചു. ഇന്ന് എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിച്ചേ, നിന്റെ തലമുറയെ യഹോവയ്ക്ക് സമർപ്പിച്ചേ, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം ദൈവത്തിലേക്ക് സമർപ്പിച്ചേ. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന, നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത കാര്യം യഹോവയ്ക്ക് സമർപ്പിച്ചേ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിലേക്ക് സമർപ്പിച്ചേ. അവൻ he established your thoughts, he established your plan. നിന്റെ പദ്ധതിയെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിന്റെ പ്രവൃത്തിയെ ദൈവം സാധിപ്പിക്കുന്നു, നിന്റെ ഉദ്ദേശത്തെ ദൈവം സാധിപ്പിക്കുന്നു, നിന്റെ വഴികളെ ദൈവം സാധിപ്പിക്കുന്നു. ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാൻ പോരായ്മകളെ ദൈവം നികത്തുന്നു, തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു, വഴികൾ ദൈവം തുറക്കുന്നു, അതിനപ്പുറത്ത് നിന്നെ നിത്യ ജീവനിലേക്ക് എത്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ വചനത്തിൽ ഒന്നുകൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ. ആ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. കുഞ്ഞെ, നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിച്ചേ, നിന്റെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിച്ചേ, നിന്റെ ആക്ഷനുകളെ യഹോവയ്ക്ക് സമർപ്പിച്ചേ, നിന്റെ ചിന്തകളെ പോലും ദൈവത്തിന് സമർപ്പിച്ചേ. അവൻ നിന്റെ പ്രവൃത്തിയെ സാധിപ്പിക്കുന്നു, അവൻ നിന്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കുന്നു, അവൻ നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നു. പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, നിന്റെ പടക് ശൂന്യമാകത്തില്ല. പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, നിന്റെ തലമുറ അന്യാധീനപ്പെട്ടു പോകത്തില്ല. പ്രവൃത്തി യഹോവയ്ക്ക് സമർപ്പിക്കുക, ജീവിതത്തിനകത്ത് പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ യഹോവ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ വചനത്തിന് മുൻപാകെ സമർപ്പിക്കാം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. അവൻ നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കും. He established your thoughts, he established your plans, he established your plans. അവൻ നിന്റെ പദ്ധതികളെ പൂർത്തീകരിക്കും, നിവർത്തിക്കും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ,
ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സകല പേരുടെ മേലും ദൈവാത്മാവിൻ്റെ ചലനം ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ നിന്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കും. ഹി വിൽ എസ്റ്റാബ്ലിഷ്ഡ്. കർത്താവ് ഇത് നിവർത്തിക്കുന്നതിനായി സ്തോത്രം. പോരായ്മകളെ നികത്തുന്നു. ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ ഓവർകം ചെയ്യാനുള്ള ദൈവശക്തി പകരുന്നു. ദൈവകൃപ പകരുന്നതിനായി സ്തോത്രം. ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സകല പേരെയും വിശ്വാസത്താൽ ഉറപ്പിക്കുന്നപ്പ ഈ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധിയാത്മാവിൻ്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവശക്തി, ദൈവകൃപ ജനത്തിൻ്റെ മേൽ പകരുന്നതിനായി സ്തോത്ര. ആത്മാവിൽ അനുഗ്രഹിക്കുന്ന തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. സകലവരെയും അനുഗ്രഹിക്കുന്നു. അദൃശ്യമായി ദൈവ സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. തൃക്കരകളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വത്തോട് നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. അടുത്ത സെക്ഷന്, അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറിയാം. ഗോഡ് ബ്ലസ് യു.